ലെബനൻ അതിർത്തിയിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി അതിർത്തി ഗ്രാമമായ ഖിയാമിന് സമീപം നടന്ന ഏറ്റുമുട്ടലുകൾ മേഖലയെ ആകെ പിടിച്ചുലച്ചിരിക്കുന്നു. ഈ പോരാട്ടത്തിനിടയിൽ ഇസ്രായേലിന്റെ കരുത്തുറ്റ സൈനിക ചിഹ്നമായ മെർക്കാവ ടാങ്ക് തങ്ങൾ തകർത്തതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ഒരു ചാവേർ ഡ്രോൺ ഉപയോഗിച്ചാണ് ഈ ടാങ്ക് തകർത്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൈനിക സാങ്കേതിക വിദ്യയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഇസ്രായേലിന് ഇതൊരു കനത്ത ആഘാതമാണ്. സാധാരണയായി വലിയ സുരക്ഷാ കവചങ്ങളുള്ള മെർക്കാവ ടാങ്കുകൾ തകർക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ടാങ്കുകളുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നു. ഖിയാമിന് സമീപം നടന്ന ഈ ആക്രമണം കേവലം ഒരു ആയുധം നശിപ്പിക്കൽ മാത്രമല്ല, മറിച്ച് ഇസ്രായേലിന്റെ പ്രതിരോധ കരുത്തിന് നേരെ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളി കൂടിയാണ്. യുദ്ധകളത്തിലെ തന്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്തരം ചാവേർ ഡ്രോൺ ആക്രമണങ്ങൾ. ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലായി 16 ഏകോപിത ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളെയും സൈനിക പോസ്റ്റുകളെയും ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ. മുൻപെങ്ങുമില്ലാത്ത വിധം കൃത്യതയോടെയും വേഗതയോടെയുമാണ് ഹിസ്ബുള്ള ഇത്തവണ നീങ്ങുന്നത്. സൈനിക താവളങ്ങൾക്ക് നേരെ തുടർച്ചയായി റോക്കറ്റുകളും മിസൈലുകളും വർഷിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 72ലധികം സൈനിക ഓപ്പറേഷനുകളാണ് ഹിസ്ബുള്ള നടത്തിയത്. അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഇത്രയും വലിയ തോതിൽ ആക്രമണങ്ങൾ നടക്കുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ആധുനിക മിസൈലുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങൾ ഓരോന്നും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിർത്തിയിലെ പല ഇസ്രായേൽ ഗ്രാമങ്ങളും ഇപ്പോൾ വിജനമാണ്. അവിടെയുള്ള ജനങ്ങളെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഈ അവകാശവാദങ്ങൾ ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അതിർത്തിയിൽ പുകയുന്ന സ്ഥിതിവിശേഷങ്ങൾ അതീവ ഗുരുതരമാണ്. ഓരോ നിമിഷവും പുതിയ പോരാട്ടങ്ങൾ അരങ്ങേറുകയാണ്. വടക്കൻ ഇസ്രായേലിലെ പലയിടങ്ങളിലും സ്ഫോടനങ്ങളുടെയും സൈറണുകളുടെയും ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ള തങ്ങളുടെ ആയുധശേഖരത്തിലെ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാൻ ഈ സാഹചര്യം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സൈനിക നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. അതിർത്തിയിലെ ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് വഴിയൊരുക്കുമോ എന്ന ഭീതിയിലാണ് ലോകം. ലെബനന്റെ തെക്കൻ മേഖലകളിൽ ഇസ്രായേൽ വ്യോമസേന നടത്തുന്ന പ്രത്യാക്രമണങ്ങളും സ്ഥിതി സങ്കീർണമാക്കുന്നുണ്ട്. ഓരോ റോക്കറ്റിനും മറുപടിയായി വലിയ തോതിലുള്ള ബോംബ് ആക്രമണങ്ങളാണ് ഇസ്രായേലും നടത്തുന്നത്. ഇത് ലെബനനിലെ സാധാരണക്കാരുടെ ജീവിതത്തെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയമായി നോക്കുമ്പോൾ ഹിസ്ബുള്ളയുടെ ശക്തി വർദ്ധിക്കുന്നത് ഇറാന്റെ പങ്ക് വീണ്ടും ചർച്ചയാക്കുന്നു. ഇറാന്റെ പിന്തുണയോടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ പക്കൽ ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഈ സംഘർഷം പശ്ചിമേഷ്യ ആകെ വ്യാപിപ്പിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നു. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിലെ വെടിവെച്ചകൾക്ക് കുറവില്ല. അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിനുണ്ടെങ്കിലും ഡ്രോണുകളുടെയും ഒരേ സമയമുള്ള റോക്കറ്റ് വർഷത്തിന്റെയും ആധിക്യം ഇതിനെ പരാജയപ്പെടുത്തിയേക്കാം. ഹിസ്ബുള്ളയുടെ തന്ത്രം ഇസ്രായേലിന്റെ പ്രതിരോധ കവചത്തെ തളർത്തുക എന്നതാണ്. ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഒരേ സമയം വിക്ഷേപിക്കുന്നതിലൂടെ ഏത് പ്രതിരോധ സംവിധാനത്തിനും പിഴവുകൾ സംഭവിക്കാം. ഇതാണ് ഇപ്പോൾ അതിർത്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ സംഭവ വികാസങ്ങൾ. ഇസ്രായേൽ ലെബനൻ അതിർത്തി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും അപകടകരമായ മേഖലയായി മാറിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ സംഘർഷം കൂടുതൽ കടുക്കാനാണ് സാധ്യത. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഒരു പ്രാദേശിക യുദ്ധം ഒഴിവാക്കുക എന്നത് നയതന്ത്രജ്ഞർക്ക് വലിയ വെല്ലുവിളിയായിരിക്കും. ഈ പോരാട്ടങ്ങൾ കേവലം രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ഓരോ പക്ഷവും ശ്രമിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ അതിന്റെ ഇരകളാകുന്നു. ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണവും മെർക്കാവ ടാങ്ക് തകർത്തുന്ന വാർത്തയും ഈ പോരാട്ടത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. പശ്ചിമേഷ്യയിലെ മാറ്റങ്ങൾ ലോകം അതീവ ജാഗ്രതയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകൾ നിർണായകമായിരിക്കും.